ഹലോ ഫ്രണ്ട്സ്, ദ വോ മോം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഒരു സ്വിസ് റോൾ ഉണ്ടാക്കിയാലോ? വെറും യാൺ മാത്രം മതി. എങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ഒരു നോട്ട് വെച്ച് തുടങ്ങണം. ഈ ഒരു സ്വിസ് റോൾ കീ ചെയിൻ്റെ ആദ്യത്തെ ലെയറാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു കളർ യാൺ എടുത്ത് 50 ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. ദാ ഇതുപോലെ 50 ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവസാനം കാണുന്നതാ ഈ 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് തൊട്ടടുത്തുള്ള മൂന്നാമത്തെ സ്റ്റിച്ചിലോട്ട് നമ്മൾ ഡബിൾ ക്രോഷേ കൊടുക്കണം. ഇനി ഇതുപോലെ തന്നെ എല്ലാ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷേ കൊടുക്കണം, ഏറ്റവും അവസാനത്തെ സ്റ്റിച്ച് വരെ. ദാ അവസാനത്തെ സ്റ്റിച്ച് എത്തിയിട്ടുണ്ട്, അവിടെയും ഡബിൾ ക്രോഷേ കൊടുക്കുകയാണ് ഞാൻ. ഇനി യാൺ കട്ട് ചെയ്ത് ഫാസ്റ്റൻ ചെയ്യണം. ദാ ഇതുപോലെ. ഇനി ബാക്കി വരുന്നതാ ഈ യാൺ എൻഡുകൾ ഇതുപോലെ കോർത്ത് സ്റ്റിച്ചുകൾക്കിടയിലൂടെ തുന്നിച്ചേർത്താൽ മതി. ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ലെയറും ദാ ഇതുപോലെ തന്നെയാണ്. നോട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക. 48 ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. കഴിഞ്ഞു കഴിഞ്ഞാൽ ദാ അവസാനത്തെ 2 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തത് തൊട്ട് അവസാനം വരെ ഡബിൾ ക്രോഷേ കൊടുക്കണം. ഏറ്റവും അവസാനത്തെ ഡബിൾ ക്രോഷയും ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് ഫാസ്റ്റൺ ഓഫ് ചെയ്ത് ബാക്കിയുള്ള യാൺ എൻഡുകൾ ഉള്ളിലേക്ക് തുന്നി ചേർക്കണം. ഇനി സ്വിസ് റോളിലെ ക്രീം ഉണ്ടാക്കാം. ആദ്യം തന്നെ മാജിക് റിംഗ്, പിന്നീട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ഇനി 10 സിംഗിൾ ക്രോഷേ ഈ മാജിക് റിങ്ങിനുള്ളിലേക്ക് ചെയ്യണം. മാജിക് റിംഗ് ടൈറ്റൻ ചെയ്ത് ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച്. ഇനി ആദ്യം കാണുന്ന സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യണം. തൊട്ടടുത്ത സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷേ ഒന്നിച്ച് വരുന്ന രീതിയിൽ കൊടുക്കണം. പഫ് പോലെ ഒരു സ്ട്രക്ചർ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ആ ഡബിൾ ക്രോഷേ ചെയ്താൽ നമുക്ക് പഫ് കിട്ടും. ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ചിനുള്ളിലൂടെ എടുക്കുമ്പോഴും 2 ലൂപ്പിനുള്ളിലൂടെ മാത്രമേ വലിക്കുന്നുള്ളൂ. 3 ഡബിൾ ക്രോഷയും ചെയ്തതിന് ശേഷം മാത്രമാണ് എല്ലാ ലൂപ്പുകളിലൂടെയും ഒന്നിച്ച് വലിക്കുന്നത്. കറക്റ്റായിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ സ്റ്റെപ്പ് ഈ ഒരു റോ മുഴുവൻ തുടരണം. അതായത് ഒരു സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷേ. ടോട്ടൽ 5 പഫുകൾ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഇതാ 5ാമത്തെ പഫും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഒടുവിൽ കട്ട് ചെയ്ത് ഫാസ്റ്റൺ ചെയ്യുക. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ്ട്രാ വരുന്ന യാൺ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ചേർക്കുക. ഇനി നമുക്ക് ചെറിയ പോർഷൻ ഉണ്ടാക്കാം. ആദ്യം തന്നെ മാജിക് റിംഗ്, എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്. പിന്നീട് ഈ മാജിക് റിങ്ങിനകത്തേക്ക് 6 സിംഗിൾ ക്രോഷേ ചെയ്യണം. ഒടുവിൽ മാജിക് റിംഗ് ടൈറ്റൻ ചെയ്യുക. പിന്നീട് ആദ്യത്തെ ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക.
ഇനി രണ്ടാമത്തെ റോയിൽ ആദ്യം ഒരു ചെയിൻ കൊടുക്കുക. പിന്നീട് ഓരോ സ്റ്റിച്ചുകളിലും 2 സിംഗിൾ ക്രോഷേ വീതം കൊടുക്കണം. ടോട്ടൽ നമുക്ക് 12 സിംഗിൾ ക്രോഷേ ലഭിക്കും. പന്ത്രണ്ടാമത്തെ സിംഗിൾ ക്രോഷയും ചെയ്തതിന് ശേഷം ആദ്യത്തെ ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി തേർഡ് റോ ഒരു ചെയിൻ സ്റ്റിച്ച്, വീണ്ടും ഓരോ സ്റ്റിച്ചിലേക്ക് ഓരോ സിംഗിൾ ക്രോഷേ വീതം കൊടുക്കുക. ടോട്ടൽ 12 സിംഗിൾ ക്രോഷേ ലഭിക്കണം. വീണ്ടും ആദ്യത്തെ ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അടുത്ത റോയിലും സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ചെയിൻ സ്റ്റിച്ച് ചെയ്ത ശേഷം ഓരോ സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. ടോട്ടൽ 12 സിംഗിൾ ക്രോഷേ. 12 സിംഗിൾ ക്രോഷയും ചെയ്തതിന് ശേഷം ആദ്യത്തെ ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അടുത്ത റോയിൽ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്ത ശേഷം നമ്മൾ സിംഗിൾ ക്രോഷേകൾ ഡിക്രീസ് ചെയ്യണം. അതിന് ആദ്യത്തെ സ്റ്റിച്ചിനകത്തൂടെ ഹുക്കിട്ട് യാണിനെ കുരുക്കി വലിക്കണം. വീണ്ടും തൊട്ടടുത്തുള്ള സ്റ്റിച്ചിനുള്ളിലൂടെ ഹുക്കിട്ട് യാണിനെ കുരുക്കി വലിക്കുക. ഇപ്പോൾ നമുക്ക് 3 ലൂപ്പ് ലഭിക്കും. അതിനുള്ളിലൂടെ യാൺ കുരുക്കി വലിച്ചു. ഒരു ഡിക്രീസ് കഴിഞ്ഞു. അടുത്ത 2 സ്റ്റിച്ചുകളിലും ഇതേപോലെ തുടരണം. 3 ലൂപ്പ് ലഭിക്കും. അതിനുള്ളിലൂടെ വലിക്കുക. ഓരോ 2 സ്റ്റിച്ചിലും ഇതുപോലെ തുടരണം. ഇങ്ങനെ സിംഗിൾ ക്രോഷേ ഡിക്രീസ് ചെയ്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് ഫാസ്റ്റൻ ചെയ്യണം. എക്സ്ട്രാ വരുന്ന യാൺ ഉള്ളിലൂടെ തുന്നിച്ചേർക്കണം. നമ്മുടെ ചെറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയറുകളെല്ലാം ഒന്നിച്ച് ചേർക്കാം. ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്ത് നമുക്കിതെല്ലാം സ്റ്റിക്ക് ചെയ്ത് ചേർക്കാം. ലെയറുകളെല്ലാം ഒന്നിച്ച് വെച്ച് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം റോൾ ചെയ്ത് നമ്മുടെ ക്രീമും ചെറിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിസ് റോൾ റെഡിയായി കിട്ടും. ഒടുവിൽ ഇതിന് നമുക്കൊരു ചെയിൻ കൂടെ ആഡ് ചെയ്താൽ സ്വിസ് റോൾ കീ ചെയിൻ റെഡി. ഇതുപോലെയുള്ള ട്യൂട്ടോറിയൽസിനും ടിപ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. The Wow Mom. Let the super mom inside you fly high.